1 കോടി രൂപയുടെ സമ്പാദ്യം സാധാരണ ഒരു വ്യക്തിക്ക് ഉണ്ടാക്കാൻ സാധിക്കുമോ? എല്ലാവരുടെയും സംശയമാണ്. സാധാരണ മന്ത്ലി എക്സ്പെൻസുകൾ പോലും മീറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടുന്ന ആളുകൾ 1 കോടി രൂപയുടെ സമ്പാദ്യം ഉണ്ടാക്കുന്നതിനെക്കുറിച്ച് പറയുമ്പോൾ അവർക്കത് ബുദ്ധിമുട്ടായിട്ട് തോന്നും. പക്ഷേ അതിനൊരു ഉപായമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. മൈ നെയിം ഈസ് ജിജു എബ്രഹാം. പ്ലീസ് ഫോളോ മൈ ചാനൽ ഫോർച്യൂൺ വിത്ത് ജിജു. ഞാനൊരിക്കൽ എൻ്റെ ഓഫീസിലോട്ട് നടന്നു വരുന്ന വഴിയിൽ ഒരു 10-22 വയസ്സ് പ്രായം മാത്രമുള്ള ഒരു പയ്യൻ അവനവിടെ നിന്ന് ഒരു ഗ്ലാസ് ചായ കുടിച്ചുകൊണ്ടിരിക്കുന്നത് കാണുവാണ്. അപ്പോൾ ഒരു ഇടുങ്ങിയ വഴിയാണ്. അപ്പോൾ അവിടെ എന്നെ കണ്ടപ്പോൾ അവൻ പതുക്കെ ഒന്ന് പരുങ്ങി. അപ്പോൾ എന്തായിരിക്കും ഇവൻ പരുങ്ങുന്നതെന്ന് വിചാരിച്ച് ഞാൻ അവനെ നോക്കിയപ്പോൾ അവൻ്റെ ഒരു കയ്യിൽ ഒരു ഗ്ലാസ് ചായയും മറ്റേ കയ്യിൽ ഒരു സിഗരറ്റും ഉണ്ട്. അപ്പോൾ എന്നെ കണ്ടപ്പോൾ അവന് എന്തോ ഒരു പേടി പോലെ തോന്നി. അപ്പോൾ ഞാൻ അവനോട് ചോദിച്ചു, നിങ്ങൾ ഇത്രയും ചെറിയ പ്രായത്തിൽ തന്നെ സിഗരറ്റ് വലിയൊക്കെ തുടങ്ങിയോ എന്ന് അവനോട് ഞാൻ ചോദിച്ചു. അപ്പോൾ ഒരു 10-22 വയസ്സ് പ്രായം അവന് തോന്നുള്ളൂ. അപ്പോൾ അവൻ പറഞ്ഞു, ഇല്ല ചേട്ടാ, അങ്ങനെ ശീലമൊന്നുമല്ല, വല്ലപ്പോഴും മാത്രമേ സിഗരറ്റ് വലിക്കുകയുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ അവനോട് ചോദിച്ചു, ഒരു ദിവസം എത്ര സിഗരറ്റ് വലിക്കുമെന്ന് ചോദിച്ചു. അപ്പോൾ അവൻ പറഞ്ഞു 3-4 സിഗരറ്റ് വലിക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ചോദിച്ചു, എല്ലാ ദിവസവും വലിക്കുമെന്ന് ചോദിച്ചു. അപ്പോൾ അവൻ പറഞ്ഞു, എല്ലാ ദിവസവും വലിക്കും, പക്ഷേ 3-4 എണ്ണത്തിൽ കൂടുതൽ വലിക്കാറില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇതൊരു ഹാബിറ്റായി മാറിയിട്ടുണ്ടെന്ന് പറഞ്ഞു. ഇതൊരു ബാഡ് ഹാബിറ്റാണ്. നമ്മൾ പലപ്പോഴും നല്ല ഹാബിറ്റ് ഉണ്ടാക്കിയെടുക്കാനല്ലേ ശ്രമിക്കണ്ടേ എന്ന് പറഞ്ഞിട്ട് ഞാൻ പതുക്കെ അവിടെ നിന്ന് മുന്നോട്ടേക്ക് പോയി. അങ്ങനെ പോയപ്പോൾ എൻ്റെ മനസ്സിൽ തോന്നി, ഈ ഒരു 22 വയസ്സ് മാത്രം പ്രായം തോന്നുന്ന ഒരു പയ്യൻ അവൻ ആ പ്രായത്തിൽ സിഗരറ്റ് വലി തുടങ്ങിക്കഴിഞ്ഞാൽ ഓരോ കാലഘട്ടം കഴിയുന്നതോറും അത് കൂടി വരില്ലേ, ഒരു ബാഡ് ഹാബിറ്റ് അല്ലേ. അപ്പോൾ എങ്ങനെ ഞാൻ നടന്നു വന്നപ്പോൾ ഒരു സിഗരറ്റിൻ്റെ ഒരു പാക്കറ്റ് കണ്ടു. അപ്പോൾ ഞാനത് എടുത്ത് നോക്കിയപ്പോൾ അതിനകത്ത് എഴുതിയിരിക്കുന്നത് ഇതാണ്, 10 രൂപയാണ് ഒരു സിഗരറ്റിൻ്റെ വില. 10 എണ്ണമുള്ളൊരു പാക്കറ്റിന് 100 രൂപ, അതായത് ഒരെണ്ണത്തിന് 10 രൂപയാണ്. എൻ്റെ മനസ്സിൽ പെട്ടെന്നൊരു ഐഡിയ തോന്നി, ഈ 10 രൂപ വിലയുള്ള സിഗരറ്റ് ഒരു ദിവസം ഒരു 10 എണ്ണമൊക്കെ വലിക്കുന്ന ഒരാളുടെ കാര്യം എന്തായിരിക്കും. അങ്ങനെ ഞാൻ നേരെ ഓഫീസിൽ വന്നിട്ട് ഞാൻ എൻ്റെ സിസ്റ്റത്തിൽ ഞാനൊന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു. ഈ 10 രൂപ വെച്ചിട്ട് 10 സിഗരറ്റിന് വേണ്ടി സ്പെൻഡ് ചെയ്യുന്ന ഒരു വ്യക്തി ഒരു ദിവസം 100 രൂപ സ്പെൻഡ് ചെയ്യുന്നുണ്ട്. അതായത് നമ്മൾ മന്ത്ലി ഒരു 3000 രൂപ സേവ് ചെയ്യാൻ സാധിച്ചാൽ, അല്ലെങ്കിൽ നമ്മുടെ അനാവശ്യ ചിലവുകൾ കുറച്ചിട്ട് ഒരു മന്ത്ലി 3000 രൂപ നമുക്ക് സേവ് ചെയ്യാൻ സാധിക്കുകയും അത് ഏതെങ്കിലും രീതിയിലുള്ള ഇൻവെസ്റ്റ്മെൻ്റ് ആയിട്ട് മാറ്റുകയും ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഒരു കാൽക്കുലേറ്ററിൽ ഇട്ട് നോക്കാം. 3000 രൂപ വെച്ചിട്ട് ഈ ഒരു വ്യക്തി നമ്മളൊരു 35 വർഷം, ഒരു 25-ാമത്തെ വയസ്സ് മുതൽ 60-ാമത്തെ വയസ്സ് വരെ എന്നുള്ള കാലഘട്ടം എടുക്കുകയാണെങ്കിൽ 35 വർഷമുണ്ട്. ഈ 35 വർഷ കാലഘട്ടം ഇങ്ങനെ ഒരു ഇൻവെസ്റ്റ്മെൻ്റായിട്ട് മാറ്റി നമ്മൾ ചെയ്യുകയാണെങ്കിൽ നമ്മളിപ്പോൾ സാധാരണഗതിയിൽ 7% ഒക്കെ ബാങ്ക് ഇൻട്രസ്റ്റ് ആയിട്ടും FD ഇൻട്രസ്റ്റ് ആയിട്ടൊക്കെ നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ ആ ഒരു റിട്ടേൺസ് വെച്ച് നമ്മൾ നോക്കുകയാണെങ്കിൽ തന്നെ 7% റിട്ടേൺസ് കിട്ടുന്ന രീതിയിൽ നമ്മൾ എന്തെങ്കിലും തരത്തിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്കറിയാൻ പറ്റും അത് 35 വർഷം കൊണ്ട് എത്ര രൂപയുടെ ഒരു കോർപ്പസായി മാറുമെന്ന് നമുക്കിവിടെ കാണാൻ സാധിക്കും. നമ്മുടെ ആ 3000 രൂപ പെർ മന്ത് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നു, 35 വർഷത്തേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്നു. 7% എന്ന് പറയുന്ന റിട്ടേൺസ് ആണ് കിട്ടണമെങ്കിൽ നമ്മുടെ ടോട്ടൽ ഇൻവെസ്റ്റ്മെൻറ്റ് 12,60,000 രൂപയായിരിക്കും. ഈ 12,60,000 രൂപ ടോട്ടൽ ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത് നമ്മൾ സിഗരറ്റ് വലിക്കുന്ന ഉദാഹരണം പറഞ്ഞപ്പോൾ സിഗരറ്റ് വലിക്കാനായിട്ട് ചിലവാക്കുന്ന കാശാണ് 12,60,000. അത് കാലക്രമേണ സിഗരറ്റിൻ്റെ വില കൂടും, അല്ലെങ്കിൽ ഇതിൻ്റെ ചിലവുകൾ കൂടുന്നുണ്ട്, അത് നമ്മൾ കണക്കിലെടുത്തിട്ടില്ല. എങ്കിലും ഇതേ വില തന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ 12,60,000 രൂപയായിരിക്കും 35 വർഷം കൊണ്ട് വെറുതെ പുകച്ച് കളയുന്നത്. അതിൻ്റെ ഒരു ഫ്യൂച്ചർ വാല്യൂ 7% റിട്ടേൺസ് വെച്ച് നോക്കുകയാണെങ്കിൽ നമുക്കിവിടെ കാണാൻ സാധിക്കും 51,63,000 രൂപയായിരിക്കും. ഇനി വേറൊരു രീതിയിൽ നമുക്കിതിനെ കണക്കാക്കാം. നമുക്കിവിടെ ഇത് കാണാൻ പറ്റും, നമ്മുടെ 3000 രൂപ വെച്ച് ഓരോ വർഷവും അല്ലെങ്കിൽ ഒരു 10 വർഷം കഴിയുന്ന സമയത്ത് അതിൻ്റെ ഒരു വാല്യൂ 5,16,000 രൂപയായിരിക്കും. 15 വർഷം കഴിയുന്ന സമയത്ത് 9,38,000 രൂപയായിരിക്കും. 20 വർഷം കഴിയുമ്പോൾ 15 ലക്ഷമായിരിക്കും. അങ്ങനെ 30 വർഷം കഴിയുമ്പോൾ 35,28,000 ആയിരിക്കും. 35 വർഷം കഴിയുമ്പോൾ അത് 51,63,000 ആയിട്ട് കൂടുന്നുണ്ട്. അപ്പോൾ നമുക്ക് കാണാൻ സാധിക്കും എത്രമാത്രം തുകയാണ് നമ്മൾ ഈ പറയുന്ന അനാവശ്യമായ രീതിയിൽ ചിലവാക്കി കളഞ്ഞ് എത്രയാണ് നമുക്ക് നഷ്ടം, ആക്ച്വലി നമുക്കുണ്ടാകുന്ന നഷ്ടം എത്രയാണ് നമുക്കിവിടെ ഇതിലൂടെ കാണാൻ സാധിക്കും. ഇത് നമ്മൾ വേറൊരു ഈ ഒരു നോർമൽ 7% റിട്ടേൺസ് കിട്ടുന്ന ഒരു ഇൻവെസ്റ്റ്മെൻറ്റിന് പകരം നമ്മൾ അതിനൊരു നല്ലൊരു ഇക്വിറ്റി ഇൻവെസ്റ്റ്മെൻറ്റ് പോലെയോ അല്ലെങ്കിൽ കൂടുതൽ റിട്ടേൺസ് കിട്ടുന്ന വേറെ ഏതെങ്കിലും ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ആക്കി മാറ്റുവാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടി കൂടുതൽ റിട്ടേൺസിൻ്റെ സാധ്യതകൾ നമുക്ക് നോക്കാം. നമുക്കൊന്നുകൂടി നോക്കാം. അപ്പോൾ ഈ പറയുന്ന ഈ 3000 രൂപ വെച്ചിട്ട് നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റ് റിട്ടേൺസ് ഒരു 12% ആണെന്നിരിക്കട്ടെ. അതായത് നമ്മളിപ്പോഴത്തെ മ്യൂച്വൽ ഫണ്ട് പോലെ എന്തെങ്കിലും ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുമോ, അല്ലെങ്കിൽ ഇതുപോലെ 7% മേലെ റിട്ടേൺസ് കിട്ടുന്ന 12% റിട്ടേൺസ് കിട്ടുന്ന അവരുടെ സ്വന്തം ഒരു ബിസിനസ്സിൽ തന്നെ ആണെന്ന് കരുതുക. 12% റിട്ടേൺസ് ആണ് കിട്ടുന്നതെങ്കിൽ ആൾക്ക് ഉണ്ടാകാൻ പോകുന്ന ഒരു തുക എന്ന് പറയുന്നത്
ആ ഒരു തുക എന്ന് പറയുന്നത് ഇതുപോലെ തന്നെ 12,60,000 രൂപയായിരിക്കും 35 വർഷം കൊണ്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അതിൻ്റെ ഒരു ഫ്യൂച്ചർ എക്സ്പെക്റ്റഡ് വാല്യൂ എന്ന് പറയുന്നത് 1,65,00,000 രൂപയായിരിക്കും. അപ്പോൾ ഏത് രീതിയിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് ആയിക്കോട്ടെ ഒരു 12% റിട്ടേൺസ് കിട്ടുവാണെങ്കിൽ 1,65,00,000 രൂപയായിരിക്കും. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഇവിടെ ഒരു 12% റിട്ടേൺസ് കിട്ടുന്ന ഒരു സെനാരിയോയിൽ 10 വർഷം കഴിയുമ്പോൾ ഒരു വാല്യൂ 6.72 lakhs, 15 years കഴിയുമ്പോൾ 14.27 lakhs, 20 years കഴിയുമ്പോൾ 27.59 lakhs, 35 years ആകുമ്പോൾ 1.65 crores നമുക്ക് ഈ കോർപ്പസിന് എത്തിക്കാൻ സാധിക്കും. അപ്പോൾ ഇങ്ങനെ നമുക്ക് ഈ പറയുന്ന അനാവശ്യ ചെലവുകളെ കുറച്ചുകൊണ്ട് നമുക്ക് ഈ ഒരു വലിയ കോർപ്പസ് എന്ന് നമ്മൾ ചിന്തിക്കുന്ന ഈ തുകയിലോട്ട് നമുക്ക് എത്താൻ സാധിക്കും. അപ്പോൾ നമുക്കിവിടെ മനസ്സിലാക്കാൻ പറ്റും ഈ ഒരു 3,000 രൂപ വെച്ചിട്ട് നമുക്ക് ഒരു ദിവസം സേവ് ചെയ്യാൻ പറ്റുമെങ്കിൽ, അതായത് ഇപ്പോൾ നമ്മുടെ ഒരു ബാഡ് ഹാബിറ്റ് ഉണ്ടെന്നിരിക്കട്ടെ, അങ്ങനെ ഒരു ബാഡ് ഹാബിറ്റ്സ് ഒഴിവാക്കിയാൽ മതി. അഡീഷണലായിട്ട് നമ്മൾ അതിനൊരു ഇൻകം കണ്ടെത്തുകയോ അല്ലെങ്കിൽ അഡീഷണലായിട്ട് നമ്മൾ വേറെ എന്തെങ്കിലും ബുദ്ധിമുട്ടൊന്നും വേണ്ട, അല്ലെങ്കിൽ എന്തെങ്കിലും അത്യാവശ്യ കാര്യങ്ങൾ നമ്മൾ ഒഴിവാക്കേണ്ട കാര്യമൊന്നുമില്ല. അനാവശ്യമായിട്ട് നമ്മൾ ചിലവാക്കുന്ന അല്ലെങ്കിൽ ഒരു ബാഡ് ഹാബിറ്റിന് വേണ്ടി നമ്മൾ ചിലവാക്കുന്ന ഏതെങ്കിലും ഒരു തുക കണ്ടെത്തിയാൽ മതി. ഈ തുക ഒരു 3,000 രൂപ ഒരു മാസം ഉണ്ടെന്നിരിക്കട്ടെ, ആ ഒരു 3,000 രൂപ ഒരു മാസം നമ്മൾ ഇതുപോലെ ഏതെങ്കിലും തരത്തിൽ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ, നമ്മളിവിടെ കണ്ടതനുസരിച്ച് നമ്മളൊരു ഏത് ബാങ്ക് ഡെപ്പോസിറ്റ് ചെയ്താലും അല്ലെങ്കിൽ ഒരു FD ഇട്ടാലും ഒരു 7% റിട്ടേൺസ് കിട്ടുവാണെങ്കിൽ നമ്മൾ കണ്ടത് ഏകദേശം 35 വർഷം കൊണ്ട് 51 ലക്ഷം രൂപയിൽ മേലെ നമുക്ക് ഏൺ ചെയ്യാൻ സാധിക്കും. അല്ലെങ്കിൽ അതൊരു എന്താ പറയുക കുറച്ചും കൂടെയും റിട്ടേൺസ് കിട്ടാവുന്ന രീതിയിലൊരു ഇക്വിറ്റി ഇൻവെസ്റ്റ്മെൻറ്റോ അല്ലെങ്കിൽ മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റ്മെൻറ്റോ ഒക്കെയാണ് ചെയ്തതെങ്കിൽ ഒരു 12% റിട്ടേൺസ് വെച്ച് നോക്കിയാൽ തന്നെ 1,65,00,000 രൂപയുടെ റിട്ടേൺസ് നമുക്കൊരു 35 വർഷം കൊണ്ട് നമുക്ക് ഉണ്ടാക്കാൻ സാധിക്കും. അപ്പോൾ മിക്കവാറും നമുക്ക് അറിയാൻ പറ്റും, ഇപ്പോൾ കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് നമ്മൾ ഇക്വിറ്റി റിട്ടേൺസിൻ്റെ മ്യൂച്വൽ ഫണ്ട് സ്കീമുകളുടെയൊക്കെ റിട്ടേൺസ് നോക്കുകയാണെങ്കിൽ ഇതിനേക്കാളൊക്കെ ഒത്തിരി കൂടുതലുണ്ട്. അപ്പോൾ അതിൻ്റെ അകത്തൊക്കെ ഈവൻ ഇൻഡെക്സ് ഫണ്ടുകൾ പോലും നന്നായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ 10-25 വർഷത്തെ നമ്മൾ അതിൻ്റെ റിട്ടേൺസ് നോക്കുകയാണെങ്കിൽ ഇൻഡെക്സിൻ്റെ മൂവ്മെൻറ്റ് പോലും 15%-നും 12%-നൊക്കെ മേലെയുണ്ട്, ആവറേജ് വരാറുണ്ട്. അപ്പോൾ നമുക്കൊരു 12% റിട്ടേൺസ് വെച്ച് കാൽക്കുലേറ്റ് ചെയ്യുന്ന ഏത് തരത്തിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് ആണെങ്കിൽ പോലും നമുക്ക് ഇപ്പോൾ 1.65 crores നമുക്ക് ഉണ്ടാക്കാനായിട്ട് സാധിക്കും. ഇതൊരു ഇൻവെസ്റ്റ്മെൻറ്റ് ഒരു ഇക്വിറ്റി മാർക്കറ്റിൽ ഇൻവെസ്റ്റ്മെൻറ്റോ അല്ലെങ്കിൽ ബാങ്ക് ഡെപ്പോസിറ്റ് ചെയ്യണമെന്ന് നിർബന്ധമില്ല. നമ്മളൊരു ബിസിനസ് ചെയ്യുന്ന ആളാണെങ്കിൽ ആ ബിസിനസ്സിൽ വേണമെങ്കിൽ ഇൻവെസ്റ്റ് ചെയ്യാം. അതായത് നമ്മളൊരു ക്യാപിറ്റൽ ഇൻറ്റൻസീവായിട്ടുള്ള ഒരു ബിസിനസ് ചെയ്യുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ഈ തുക അവരുടെ ബിസിനസ്സിൽ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരുപക്ഷെ അതിനേക്കാൾ കൂടുതൽ റിട്ടേൺസ് അവർക്ക് ഉണ്ടാക്കാൻ സാധിക്കും. അപ്പോൾ നമ്മളിങ്ങനെ അൺവാണ്ടഡ് ആയിട്ടുള്ള കൺസംഷൻ, നമുക്ക് ആവശ്യമില്ലാത്ത കൺസംഷൻ, അതൊരു ബാഡ് ഹാബിറ്റിന് വേണ്ടിയിട്ടുള്ള കൺസംഷനാണ്, ബാഡ് ഹാബിറ്റിന് വേണ്ടിയിട്ടാണ് നമ്മൾ ആ പൈസ ഉപയോഗിക്കുന്നതെങ്കിൽ അത് മാറ്റി വെച്ച് കഴിഞ്ഞാൽ ആ തുക നമ്മളൊന്ന് ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് റിട്ടേൺസ് കിട്ടുന്നത് അല്ലെങ്കിൽ നമുക്ക് അതിൻ്റെ ബെനിഫിറ്റ്സ് കിട്ടുന്നത് കാണാൻ പറ്റും. അത് മാത്രമല്ല എൻ്റെ കാര്യം, കാരണം നമുക്കറിയാം നമ്മളൊരു സ്മോക്ക് ചെയ്യുന്ന ഒരാൾ അല്ലെങ്കിൽ അങ്ങനൊരു മദ്യം കഴിക്കുന്ന ഒരാൾ, ഇവരൊക്കെ എന്തുമാത്രം ഒരു സോഷ്യൽ പ്രോബ്ലംസ് ഉണ്ടാക്കുന്നതെന്ന് നമുക്കറിയാൻ പറ്റും. ഇപ്പോൾ ഒരു സ്മോക്ക് ചെയ്യുന്ന ആൾക്ക് അവരുടെ ഹെൽത്തിനുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ, ഹെൽത്തിനുണ്ടാകുന്ന പ്രോബ്ലംസ്, പാസീവ് സ്മോക്കേഴ്സിനുള്ള ബുദ്ധിമുട്ടുകൾ, അപ്പോൾ ഇതൊക്കെ വലിയൊരു ഇഷ്യൂ ആണ്. അല്ലെങ്കിൽ ഈ ഒരു പ്രൊഡക്റ്റീവായിട്ടുള്ള സമയം, ഇപ്പോൾ നമ്മൾ ഉദാഹരണം പറയുകയാണെങ്കിൽ ഒരു സിഗരറ്റ് വലിക്കാനായിട്ട് ഒരു 6 മിനിറ്റ്, ഒരു കണക്ക് കൂട്ടാൻ എളുപ്പത്തിൽ നമ്മൾ പറയുകയാണെങ്കിൽ ഒരു 6 മിനിറ്റ് ഒരു സിഗരറ്റ് വലിക്കാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ഒരു ദിവസം 10 സിഗരറ്റ് വലിക്കുന്ന ആൾ സ്പെൻഡ് ചെയ്യുന്ന സമയം എന്ന് പറഞ്ഞാൽ 60 മിനിറ്റാണ്. 60 മിനിറ്റ് എന്ന് പറഞ്ഞാൽ 1 മണിക്കൂർ സമയമാണ്. അപ്പോൾ ഒരു ദിവസത്തിൽ 1 മണിക്കൂർ സമയം ആൾ സിഗരറ്റ് വലിക്കുന്നതിന് വേണ്ടി മാത്രം ചിലവഴിക്കുന്നുണ്ട്. അങ്ങനെ 35 വർഷം കൊണ്ട് ആൾ എത്ര മണിക്കൂറാണ്? ഒരു ദിവസം 1 മണിക്കൂർ, ഒരു വർഷം 365 മണിക്കൂറാവും. അപ്പോൾ അങ്ങനെ 35 വർഷം കൊണ്ട് അവരുടെ ഒരു ലൈഫ് സ്പാൻ നോക്കുകയാണെങ്കിൽ പക്ഷേ അതിനേക്കാളും കൂടുതൽ, പക്ഷേ എന്നാലും 35 വർഷം കൊണ്ട് ആൾ ഏകദേശം 12,775 മണിക്കൂറാണ് സിഗരറ്റ് സ്മോക്ക് ചെയ്യാൻ വേണ്ടി മാത്രം സ്പെൻഡ് ചെയ്യുന്നത്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഈ 25-ാമത്തെ വയസ്സ് മുതൽ 60-ാമത്തെ വയസ്സ് വരെയുള്ള കാലഘട്ടത്തിൽ ഏറ്റവും പ്രൊഡക്റ്റീവായിട്ടുള്ളൊരു കാലഘട്ടം, അവരുടെ ഏറ്റവും ജോലി ചെയ്യുന്ന സമയവും ഏറ്റവും പ്രൊഡക്റ്റീവായിട്ടുള്ള ആരോഗ്യത്തോട് കൂടിയിരിക്കുന്ന കാലഘട്ടമാണ് ഈ പറയുന്ന ഈ ഒരു 10-35 വർഷം. ഈ 35 വർഷം ഇയാളുടെ പ്രൊഡക്റ്റീവായിട്ടുള്ള സമയത്തിന് ഇങ്ങനൊരു ചീത്ത ഹാബിറ്റിന് അല്ലെങ്കിൽ ബാഡ് ഹാബിറ്റിന് വേണ്ടി സ്പെൻഡ് ചെയ്യുന്ന ഒരവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കി. അങ്ങനൊരു അവസ്ഥ എന്തായാലും നല്ലതല്ല. അപ്പോൾ അങ്ങനെ നമ്മുടെ അനാവശ്യമായ ചിലവുകൾ, അതുപോലെ മദ്യം കഴിക്കുന്നവരുണ്ടാവാം, അനാവശ്യമായിട്ട് ലോട്ടറി, ഗാംബ്ലിങ് അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് സ്പെൻഡ് ചെയ്യുന്ന ആൾക്കാർ, നമ്മൾ പണം സ്പെൻഡ് ചെയ്യുന്ന ആൾക്കാരുണ്ടാവും, മദ്യം കഴിക്കാൻ വേണ്ടി പണം സ്പെൻഡ് ചെയ്യുന്നവരുണ്ടാവാം, അനാവശ്യമായിട്ട് ആളുകൾക്ക് കടം കൊടുക്കുന്നത് പോലും അനാവശ്യ സ്പെൻഡിങ്ങാണ്. അപ്പോൾ ഇങ്ങനെ അനാവശ്യമായിട്ട് നമ്മൾ ചിലവാക്കി കളയുന്ന കാശ്, അനാവശ്യമായിട്ട് നമ്മൾ സ്പെൻഡ് ചെയ്യുന്ന കാശ് മതി നമ്മുടെ റിട്ടയർമെൻറ്റ് കോർപ്പസ് ഉണ്ടാക്കാനായിട്ട്. അപ്പോൾ ഈ റിട്ടയർമെൻറ്റ് കോർപ്പസ് ഉണ്ടാക്കാനായിട്ട് നമ്മൾ വേറെ അഡീഷണൽ ഇൻകം ഒന്നും കണ്ടെത്തേണ്ടെന്ന് ഞാൻ ആദ്യം പറഞ്ഞ പോലെ അഡീഷണൽ ഇൻകം ഒന്നും കണ്ടെത്തേണ്ട. നമ്മുടെ ഉള്ള വരുമാനം കൊണ്ട് തന്നെ നമുക്കിങ്ങനൊരു വലിയൊരു കോർപ്പസിലോട്ട് എത്താൻ പറ്റും. ഇത് പ്രാപ്യമായ കാര്യമല്ല,
നമുക്ക് നടക്കില്ലാത്ത കാര്യമാണെന്നൊന്നും ആരും വിചാരിക്കേണ്ട, നടക്കാവുന്ന കാര്യം മാത്രമേ ഉള്ളൂ. ഇത് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് അനലൈസ് ചെയ്താൽ മനസ്സിലാക്കാൻ പറ്റും. നമ്മൾ ഈ 12,775 മണിക്കൂർ നമ്മൾ സ്പെൻഡ് ചെയ്യുന്നത് 24 ഒരു ദിവസത്തിലുള്ള 24 മണിക്കൂറും കൂടെ നമ്മൾ ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ ഏകദേശം 532 ദിവസമാണ് സിഗരറ്റ് വലിച്ച് കളയുന്നത്. നമ്മുടെ ജീവിതത്തിൻ്റെ 532 ദിവസം നമ്മൾ സിഗരറ്റ് വലിച്ച് കളയുകയാണെന്ന് അർത്ഥം. അതിനുശേഷം പിന്നെ നമുക്ക് എന്തൊക്കെ ഉണ്ടാവാം, അതിനുശേഷം നമുക്ക് അതിൻ്റെ ഹെൽത്ത് പ്രോബ്ലംസ് ഉണ്ടാവാം, ഇതുമായിട്ട് ബന്ധപ്പെട്ട മറ്റ് പ്രശ്നങ്ങൾ. ഈ ഒരു എമൗണ്ടിന് മാറ്റി വെച്ചാൽ തന്നെ നമ്മുടെ റിട്ടയർമെൻറ്റ് കോർപ്പസ്, നമ്മുടെ ഗോൾഡൻ ഏജ് വരുമ്പോൾ നമുക്ക് ശരിക്കും ലാവിഷായിട്ട് ജീവിക്കാനായിട്ട് നല്ലൊരു ലൈഫ് നമുക്ക് കൊണ്ടുപോകാനായിട്ട് നമുക്ക് സാധിക്കും, ഇങ്ങനെ ഒരു കോർപ്പസ് നമ്മൾ ഉണ്ടാക്കിയെടുക്കുകയാണെങ്കിൽ. നോർമലി ഈ ഫിനാൻഷ്യൽ ലിറ്ററസി ആയിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ഒത്തിരി പ്രോഗ്രാംസ് ചെയ്യാറുണ്ട്, വീഡിയോസ് ചെയ്യാറുണ്ട്. പക്ഷേ ഈ ഒരു ആശയം, എൻ്റെ അനുഭവത്തിൽ നിന്നുണ്ടായ ഈ ഒരു ആശയം ഒരു വീഡിയോ ആയിട്ട് ഷെയർ ചെയ്യണമെന്ന് തോന്നിയുകൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ആയിട്ട് വന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോയിൽ എന്തെങ്കിലും ഒരു നന്മയുണ്ടെന്നോ അല്ലെങ്കിൽ നല്ലൊരു ആശയമുണ്ടെന്നോ തോന്നുന്നുണ്ടെങ്കിൽ ഇത് നിങ്ങളെ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട്, സുഹൃത്തുക്കൾക്ക് വേണ്ടിയിട്ടും മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് ഷെയർ ചെയ്യുക. ഒപ്പം എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഫിനാൻഷ്യൽ ലിറ്ററസി ആയിട്ട് ബന്ധപ്പെട്ട മറ്റൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം.